Hi, let's talk about industrial efficiency. Industrial efficiency, the meaning of the concept, determinants, measures, efficiency conditions in the areas of production, another മൂന്നാല് cases നമുക്ക് പഠിക്കാനുണ്ട്. Constraint output maximization, cost minimization, then profit and revenue maximization, then efficiency and decision making process. So, industrial efficiency എന്ന് പറയുമ്പോൾ എഫിഷ്യൻസി ഇക്കണോമിക്സ് നമ്മൾ പഠിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന കാര്യമാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. നമ്മുടെ അൾട്ടിമേറ്റ്ലി മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ് ഇസ് ലുക്കിംഗ് ഫോർവേഡ് ഫോർ എഫിഷ്യൻസി. സോ ഇൻഡസ്ട്രിയൽ എഫിഷ്യൻസിനെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും: പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി ആൻഡ് എക്കണോമിക് എഫിഷ്യൻസി. ഇക്കണോമിക് എഫിഷ്യൻസിനെ നമ്മൾ ബിസിനസ് എഫിഷ്യൻസി എന്നും പറയാറുണ്ട്. ആൻഡ് പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി ഇൻ ഫാരൽ പറയുന്ന രണ്ട് കമ്പോണൻസ് ആണുള്ളതെന്നാണ്. വൺ ഇസ് ടെക്നിക്കൽ എഫിഷ്യൻസി ആൻഡ് സെക്കൻഡ് ഇസ് ഫാക്ടർ പ്രൈസ് എഫിഷ്യൻസി. ടെക്നിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഇക്കോണമി ആൻഡ് ഇൻപുട്ട് യൂട്ടിലൈസേഷൻ യൂസ് ടു പ്രൊഡ്യൂസ് എ ഗിവൻ ഔട്ട്പുട്ട്. ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പം എന്തുമാത്രം അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ഇൻപുട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഒരു ഇറ്റ് ക്യാൻ മീൻ എ മെഷീൻ ഓർ ഓർഗനൈസേഷൻ ഇസ് ആഡിക്വേറ്റ് ടു ദ ഡിമാൻഡ് മെയ്ഡ് ഓൺ ഇറ്റ്, അല്ലെങ്കിൽ ഇതിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് ഓഫ് എ മെഷീൻ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഒക്കെയാണ് നമ്മളിവിടെ നോക്കുന്നത്. സോ ടെക്നിക്കൽ എഫിഷ്യൻസി എന്ന് പറയുമ്പം വേസ്റ്റേജ് കുറയ്ക്കുക, മാക്സിമം ഔട്ട്പുട്ട് വരിക. ആൻഡ് സെക്കൻഡ് ഇസ് ഫാക്ടർ പ്രൈസ് എഫിഷ്യൻസി അഥവാ പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ മെഷർ ദ സ്കിൽ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പം മെഷേഴ്സ് ദ സ്കിൽ ഇൻ അച്ചീവിങ് ദ ബെസ്റ്റ് കോമ്പിനേഷൻസ് ഓഫ് ഇൻപുട്ട് ബൈ ടേക്കിംഗ് ദ റിലേറ്റീവ് പ്രൈസസ്. അപ്പം നമ്മൾ ഫാക്ടർ പ്രൈസസ് ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ നമുക്ക് ഒരു ഡയഗ്രം ഉണ്ട്. ഡയഗ്രത്തിൻ്റെ എക്സ് ആക്സിസും വൈ ആക്സിസും X1 X2 എന്ന് പറയുന്ന രണ്ട് ക്വാണ്ടിറ്റീസാണ്. ആൻഡ് എ ബി എന്ന് പറയുന്നൊരു കേർവ് ഉണ്ട്. ഈ എ ബി എന്ന് പറയുന്ന കേർവ് ഇസ് അവ ഐസോകോസ് ലൈൻ. ഐസോകോസ് ലൈൻ എന്ന് പറയുന്നത് എന്താ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും. ഒരു ഫേമിൻ്റെ ഫാക്ടർ കോമ്പിനേഷൻസിനെയാണ് നമ്മളിനകത്ത് കാണിക്കുന്നത്. സോ ഫോർ എക്സാമ്പിൾ ഇപ്പം ലേബറും ക്യാപിറ്റലും ആണുള്ളതെങ്കിൽ ലേബറിനെയും ക്യാപിറ്റലിനെയുമാണ് ഫാക്ടർ കോമ്പിനേഷൻസിനെയാണ് നമ്മൾ എന്ത് കാണിക്കുന്നത്, ഈ എ ബി ലൈൻ കാണിക്കുന്നത്. ആൻഡ് ഫാക്ടർ കോമ്പിനേഷൻസ് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കണം? ഇപ്പം കോസ്റ്റ് ഫിക്സ്ഡ് ആണ്. ഫിക്സ്ഡ് അനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് ഫാക്ടറിൻ്റെ കോമ്പിനേഷൻസ് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കുന്നു. ദെൻ ഐസോകോസ് ലൈൻ ഉണ്ട്, ഐസോകോൺ ലൈൻ ഉണ്ട്. ദാറ്റ് ഇസ് ഐ ഡാഷ് എന്ന് പറഞ്ഞ ഐസോകോസ് ലൈൻ which shows the best practice production function. അതായത് X1 X2-ന് മാക്സിമം ഔട്ട്പുട്ട് തരുന്ന കോമ്പിനേഷൻസ്, മാക്സിമം യൂട്ടിലിറ്റി തരുന്ന കോമ്പിനേഷൻസിനെയാണ് നമ്മൾ ഈ ഐസോകോണ്ടിൽ നമ്മൾ കാണുന്നത്. പക്ഷേ അതിൻ്റെ ഇപ്പം ഐസോകോണ്ട് ആൻഡ് ഐസോകോസ്റ്റ് മീറ്റ് ചെയ്യുന്ന പോയിൻറ്റിനെ നമ്മൾ R എന്ന് പറഞ്ഞ പോയിൻ്റ് കൊണ്ട് ഡിറ്റർമൈൻ ചെയ്യുന്നു. ദാറ്റ് ഈസ് എം എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഓഫ് X2-ഉം ഡി എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഓഫ് X1 എന്നാണ് നമ്മൾ is the ideal one. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് അസ്യൂം ദാറ്റ് ഫേം ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്യുന്നത് പി എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ ലെവലിലാണെന്ന് വിചാരിക്കുക. സോ പി എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ ലെവൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ X1 എന്ന് പറയുന്നത് ഡി ക്വാണ്ടിറ്റിയും അതുപോലെ X2 എന്ന് പറയുന്നത് സി ക്വാണ്ടിറ്റിയുമാണ്, OC ക്വാണ്ടിറ്റിയുമാണ്. ദാറ്റ് ഈസ് വേ ഹയർ ദാൻ അവർ ഐസോകോണ്ട്. അപ്പം ഐസോകോണ്ടിൻ്റെ വേ ഹയർ ആണെന്ന് പറയുമ്പം എഫിഷ്യൻസി വിൽ ബി മച്ച് ഹയർ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോസ്റ്റ് ലൈനേക്കാളും വളരെ കൂടുതലാണിത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് നമ്മുടെ എത്ര എഫിഷ്യൻസിയാണ് ഇതിനുള്ളതെന്ന്. സോ നമ്മൾ എഫിഷ്യൻസി ഈ സിറ്റുവേഷനിൽ അറിയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ടെക്നിക്കൽ എഫിഷ്യൻസി അറ്റ് പി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി OQ/OP. OQ/OP എന്ന് പറയുന്ന ആ പിക്ക് നേരെയായിട്ട് ഒറിജിനിൽ നമ്മൾ ലൈൻ നേരെ വരയ്ക്കുന്നുണ്ട്. അത് ഐസോകോൺ ലൈനിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റിന് നമ്മൾ Q എന്ന പേര് കൊടുക്കുന്നു. ദെൻ OQ ആൻഡ് OP എന്ന് പറയുന്നത് OQ/OP കൊടുക്കുകയാണെങ്കിൽ വിൽ ബി ഗെറ്റിംഗ് ടു നോ ടെക്നിക്കൽ എഫിഷ്യൻസി. ആൻഡ് ഫാക്ടർ പ്രൈസ് എഫിഷ്യൻസി എന്ന് പറയുന്നത് ഫാക്ടർ പ്രൈസ് വെച്ചിട്ടുള്ള എഫിഷ്യൻസി എത്രയാണെന്ന് നമ്മൾ അറിയാൻ വേണ്ടി OQ1 എന്ന് പറയുന്നത് നമ്മുടെ അത് കോസ്റ്റ് ലൈനെ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് OQ1 എന്ന് പറയുന്നത്. ആ OQ1 പോയിൻറ്റ് ഡിവൈഡ് ബൈ OQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫാക്ടർ പ്രൈസ് എഫിഷ്യൻസി കിട്ടും. സോ പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി പിയിലാണ് എങ്കിൽ OQ/OP ഇൻറ്റു OQ1/OQ വിച്ച് ഈസ് OQ1/OP. സോ പക്ഷേ റിയാലിറ്റി ഈസ് ആറിലാണ് പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി മാക്സിമം ആയിട്ടുള്ളത് ഗിവൺ ദി സിറ്റുവേഷൻസ്. ആൻഡ് ദെൻ യൂണിറ്റിയിലോട്ട് ഹയർ ആണ് നമ്മുടെ പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി വാല്യൂ എങ്കിൽ ദാറ്റ് മീൻസ് ഹയർ പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി. ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലക്സിറ്റി ഉണ്ട്. ദെൻ മിനിമം പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ് എപ്പോഴും നമ്മുടെ ഇറ്റ്സ് എ പാർഷ്യൽ റിക്വയർമെൻറ്റ്. അപ്പം പി എന്ന് പറഞ്ഞ പോയിൻ്റ് ഈസ് ഓൾസോ ഫൈൻ.
Then a firm must also look for the efficiency using the scarce resources എന്നുള്ളത്. ഓക്കെ, ദെൻ ഇക്കണോമിക് എഫിഷ്യൻസി എന്ന് പറയുന്നത് ടെക്നിക്കൽ എഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഇക്കണോമിക്കലി എഫിഷ്യൻ്റ് ആയിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. സോ ഡിറ്റർമിനൻസ് ഓഫ് ഇക്കണോമിക് എഫിഷ്യൻസിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കും, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ. ഇൻറ്റേർണൽ എന്ന് പറയുന്നത് ഫേമിൻ്റെ മാനേജീരിയൽ ഫംഗ്ഷൻ എങ്ങനെയാണ്, എത്ര നന്നായിട്ടാണ് മാനേജ്മെൻറ്റ് നടക്കുന്നത്, ദെൻ എഫിഷ്യൻസി ഇൻ പ്ലാനിങ് ആൻഡ് റെഗുലേഷൻ, ദെൻ പോളിസി ചേഞ്ചസിനൊക്കെ എത്രമാത്രം അക്സെപ്റ്റിംഗ് ആണ് എന്നുള്ളത്. ഇൻഎഫിഷ്യൻസി ഉണ്ടാവാം, ഇൻഎഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിനെ എക്സ് ഇൻഎഫിഷ്യൻസി അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഇൻഎഫിഷ്യൻസി എന്നാണ് വിളിക്കുന്നത്. ലെബൻസ്റ്റീൻ ആണ് എക്സ് ഇൻഎഫിഷ്യൻസി എന്ന് പറയുന്ന ടേം കൊണ്ടുവന്നത്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷന് മാനേജ്മെൻറ്റ് കൊള്ളത്തില്ല, അല്ലെങ്കിൽ ഈ മൈൻഡിൽ പറഞ്ഞ ഫോഴ്സസ് എല്ലാം മോശമാണ്, ഇറ്റ്സ് ആൻ ഓർഗനൈസേഷൻ സ്ലാക്നെസ്, ഇറ്റ് ക്യാൻ കോസ് ഇൻറ്റേർണൽ ഇൻഎഫിഷ്യൻസി. എക്സ്റ്റേർണലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സ്ട്രക്ചറൽ കണ്ടീഷൻസ് ഇൻ ഇൻഡസ്ട്രി, പിന്നെ മാർക്കറ്റിലുള്ള ചേഞ്ചസ്. സോ മാർക്കറ്റ് സ്ട്രക്ചർ ആണ് എഫിഷ്യൻസിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു കാര്യം. ഇപ്പോൾ ഹൈലി കോമ്പറ്റേറ്റീവ് ആണെങ്കിൽ ഇൻഎഫിഷ്യൻറ്റ് ഫേംസിനെ വെളിയിൽ പോകും. മൊണോപ്പൊളി ആണ് എങ്കിൽ, ഇൻഎഫിഷ്യൻ്റ് ആണ് ഫേമെങ്കിൽ പുവർ പെർഫോമൻസ് ആയിരിക്കും, റിസോഴ്സ് യൂസ് പ്രോപ്പർ ആയിരിക്കത്തില്ല. ഗവൺമെൻറ് റെഗുലേഷൻ പ്രോപ്പർ ആയിട്ടുണ്ട് എങ്കിൽ എങ്ങനെ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഗവൺമെൻറ് റൂൾസ് ഉണ്ടായിരിക്കും. അതായത് കാർബൺ ക്രെഡിറ്റ് പോലുള്ള സാധനങ്ങൾ കൊണ്ടുവരും. ദെൻ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് ക്യാൻ ഓൾസോ ഇൻഫ്ലുവൻസ് എഫിഷ്യൻസി. മെഷർമെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യുക, എഫിഷ്യൻസിനെ ക്വാണ്ടിഫൈ ചെയ്യുക. അപ്പോൾ അത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം. 3 മെത്തേഡ്സാണ് നമ്മൾ സാധാരണഗതി ഉപയോഗിക്കുന്നത്: ഒപ്റ്റിമൈസേഷൻ മെത്തേഡ്, റേഷ്യോ, എക്കണോമെട്രിക് മെത്തേഡ്സ്. അപ്പം ഒപ്റ്റിമൈസേഷൻ മെത്തേഡ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം നമുക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ട്, അതുപോലെ തന്നെ കൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പം നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് R is equal to 10Q1 plus 20Q2 എന്നതാണ് നമ്മുടെ മാക്സിമൈസേഷൻ ഓഫ് റവന്യൂവിൻ്റെ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. കാരണം 10 രൂപയാണ് ഫസ്റ്റ് പ്രൊഡക്റ്റിന്, 20 രൂപയാണ് സെക്കൻഡ് പ്രൊഡക്റ്റിന്. ആൻഡ് കൺസ്ട്രെയിൻസ് നമുക്ക് 4 കൺസ്ട്രെയിൻസ് ഉണ്ട്. ഈ 4 കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആക്ച്വലി 5 കൺസ്ട്രെയിൻസ് ഉണ്ട്. ദാറ്റ് ഇസ് ലൈക്ക് അവസാനത്തെ കൺസ്ട്രെയിൻ Q1 plus Q2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ല, Q1, Q2. അതായത് Q1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, Q2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ളതാണ്. അപ്പം ഫസ്റ്റ് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് 18 മണിക്കൂർ കുറവായിരിക്കണം നമ്മുടെ മാൻ അവേഴ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് കൺസ്ട്രെയിൻ മെഷീൻ അവേഴ്സ് 8 മണിക്കൂർ കുറവായിരിക്കണം. തേർഡ് എന്ന് പറയുന്നത് റോ മെറ്റീരിയൽ പെർ ഡേ യൂസേജ് 14 യൂണിറ്റ്സിൽ കുറവായിരിക്കണം. ഓക്കെ, അപ്പം ഫസ്റ്റ് പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു മാൻ അവർ വേണം, ഒരു മെഷീൻ അവർ വേണം, 2 യൂണിറ്റ് വേണം. ആൻഡ് സെക്കൻഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് 3 മാൻ അവറും 1 മെഷീൻ അവറും 1 യൂണിറ്റ് ഓഫ് റോ മെറ്റീരിയലും വേണം ഫോർ 1 യൂണിറ്റ്. അപ്പോൾ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഗ്രാഫിക്കൽ സൊല്യൂഷൻ ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. LPPയുടെ ലീനിയർ ഗ്രാഫിക്കൽ സൊല്യൂഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് 2 സൈഡിൽ നമുക്ക് വരയ്ക്കണമല്ലോ. എക്സ് ആക്സിലും വൈ ആക്സിസിലും നമ്മൾ പോയിന്റ് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പം വൈ ആക്സിസിലാണ് നമ്മൾ പോയിന്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെങ്കിൽ എക്സ് ആക്സിസിൻ്റെ ക്വാണ്ടിറ്റി 0 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് Q1 എന്ന് പറയുമ്പോഴത്തേക്ക് Q1 18 ആണ് എങ്കിൽ Q2 0 ആയിരിക്കും. ഓക്കെ, അങ്ങനെ അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ ഡയഗ്രാം വരയ്ക്കുന്നത്. നിങ്ങൾ ഓൾറെഡി വരച്ചിട്ടുള്ള ആൾക്കാരാണ്. സോ നമ്മൾ നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള നമ്മുടെ കൺസ്ട്രെയിൻസ് വെച്ചിട്ട്, നമ്മുടെ ലിമിറ്റേഷൻസ് വെച്ചിട്ട് നമ്മൾ ഡയഗ്രാം വരച്ചു കഴിയുമ്പോൾ നമുക്ക് ഫീസിബിലിറ്റി ഏരിയ കിട്ടും. ഫീസിബിലിറ്റി ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ തന്നെയാണ്. ഇപ്പോൾ ഫീസിബിലിറ്റി ഏരിയ എന്ന് പറയുന്നത് DCBA എന്നാണ് നമ്മൾ ഈ ഫീസിബിലിറ്റി ഏരിയനെ വിളിക്കുന്നത്. ഞാനിപ്പം ഇതിനകത്ത് കളർ ചെയ്യുന്നുണ്ട്. ഈ ഫീസിബിലിറ്റി ഏരിയ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതിനെ നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്നാണ് വിളിക്കുന്നത്. കാരണം എന്താ, ഇത് കാണിക്കുന്നത് ദി ബെസ്റ്റ് ഫീസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ടെക്നിക്കലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫുൾ യൂട്ടിലൈസേഷൻ നടക്കുന്ന ആ റീജിയൻ്റെ ബോർഡർ. ഓക്കെ, ബോർഡറാണ് നമ്മൾ ഈ DCBA എന്ന് പറഞ്ഞ ബൗണ്ടറി കാണിക്കുന്നത്. സോ DCBA ഈസ് അവർ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ. ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. മോസ്റ്റ്ലി നമ്മൾ പഠിച്ചിട്ടുള്ളത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ ഒന്നെങ്കിൽ ഒരു കർവി നേച്ചറുള്ള സാധനമായിരിക്കും, അല്ലെങ്കിൽ ഒരു ലീനിയർ നേച്ചറുള്ള സാധനമായിരിക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ ലീനിയർ നേച്ചറല്ല, റാദർ ഒരു കണ്ടിന്യൂസ് അല്ല, പകരം ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ലീനിയർ സെഗ്മെൻറ്റ്സ് ആയിട്ടാണ് നമ്മുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ ഉള്ളത്. ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറുള്ള എല്ലാ പോയിന്റ് എവിടെ നമ്മൾ പ്രൊഡക്ഷൻ നടത്തിയാലും നമ്മൾ മാക്സിമം ഇക്കോണമിയിലുള്ള മാക്സിമം റിസോഴ്സിനെ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കറിയേണ്ടത് ഇത് എവിടെയാണ് ഏറ്റവും ബെസ്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് ബെസ്റ്റായിട്ട് റിസോഴ്സിനെ യൂസ് ചെയ്യണം, മാക്സിമം യൂട്ടിലിറ്റി നമുക്ക് കിട്ടുകയും ചെയ്യണം. ബെസ്റ്റായിട്ട് നടക്കുന്ന പോയിന്റ് എവിടെയാണ് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിൻ്റെ
സോ നമ്മളതിന് വാല്യൂ ചെയ്യുന്നു. ആർ എന്ന് പറയുന്നത് 10Q1 + 20Q2 ആണ്. അപ്പം നമ്മൾ നമ്മുടെ ഉള്ള എക്സ് ആക്സിസ് വൈ ആക്സിസിൽ വെച്ചിട്ടുള്ള നമ്മൾ ABCD എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് എടുക്കുന്നു. കാരണം അവിടെയാണ് ഏറ്റവും മാക്സിമം എപ്പോഴും ഉള്ളത്. അപ്പം ആ പോയിൻറ്റുകളുടെ ലൈക്ക് എക്സ് വൈ കോർഡിനേറ്റ്, അതായത് Q1 Q2 കോർഡിനേറ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ അത് വെച്ച് റവന്യൂ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ 120, 130, 117 ആയിരിക്കും. ദാറ്റ് മീൻസ് 130 ഈസ് ദി ഹയർ ആൻഡ് B ഈസ് ദ പോയിൻറ്റ്. അപ്പം ഏരിയ ODCBA എന്ന് പറയുന്ന ആ പോയിൻ്റാണ്, അതാണ് നമ്മുടെ ഫീസിബിലിറ്റി ഏരിയ. ലൈക്ക് ഓൾറെഡി പറഞ്ഞതാണ്. ഇക്കണോമെട്രിക് മെത്തേഡ്സ് ആൻഡ് ഫ്രോണ്ടിയർ ഫങ്ഷൻസ്. ഇക്കണോമെട്രിക് മെത്തേഡ്സ്, ഫ്രോണ്ടിയർ ഫംഗ്ഷൻ നമുക്ക് ആക്ച്വലി എക്സൽ സോൾവറിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇക്കണോമെട്രിക്സ് മെത്തേഡ്സിൽ വരുമ്പോഴത്തേക്ക് ഇറ്റ്സ് മോർ എഫിഷ്യൻറ്റ്, റിലയബിൾ ആയിട്ടുള്ള മെത്തേഡാണ്. പക്ഷേ വെരി കോംപ്ലിക്കേറ്റഡ്. രണ്ട് മെത്തേഡ്സാണ് നമുക്കുള്ളത്. ഡിറ്റർമിനിസ്റ്റിക് മോഡലും ഉണ്ട്, സ്റ്റൊക്കാസ്റ്റിക് ഫ്രോണ്ടിയറും ഉണ്ട്. ഡിറ്റർമിനിസ്റ്റിക്കിൻ്റെ ഇക്വേഷൻ y=f(x) e⁻⁻v എന്നുള്ളതാണ്. ആൻഡ് സ്റ്റൊക്കാസ്റ്റിക്കിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക് u എന്ന് പറഞ്ഞ നോയ്സ് ടേം കൂടെ അതിനകത്ത് നമ്മൾ ആഡ് ചെയ്യും. എസ്റ്റിമേഷൻ പ്രോസസ്സ് MLM വഴിയോ അല്ലെങ്കിൽ കറക്റ്റഡ് OLS വഴിയോ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്രോ എക്കണോമിക്സ് നമ്മൾ പണ്ട് പഠിച്ച കോപ്ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, CES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ട്രാൻസ്ലോഗ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഒക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ബിസിനസ് എഫിഷ്യൻസി ആൻഡ് ഇക്കണോമിക് എഫിഷ്യൻസി ഇസ് എ കോംപ്ലക്സ് ഇക്കണോമെട്രിക് അനാലിസിസ്. അല്ലെങ്കിൽ നമ്മൾ ഡമ്മീസ് യൂസ് ചെയ്യേണ്ടി വരും, ഡിറ്റർമിനൻ്റ് ആയിരിക്കും. ദെൻ അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡലൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇതിനകത്ത് ബേസിക് കണ്ടീഷൻ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ MPLK എന്ന് പറയുന്നത്, MPL എന്ന് പറഞ്ഞാൽ ΔQ/ΔL ആണെന്നും MPK എന്ന് പറഞ്ഞാൽ ΔQ/ΔK ആണെന്നും MR ഇസ് എ ഡിഫറൻസിയേഷൻ ഓഫ് DR ആൻഡ് MR × MP gives MRP എന്നുള്ള സംഭവം. നമുക്ക് 4 കൺസ്ട്രെയിൻസ് ആണ് കേസിലാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഇസ് കൺസ്ട്രെയിൻറ്റ് ഔട്ട്പുട്ട് മാക്സിമൈസേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് Q = F(x1, x2), അതായത് പ്രൊഡക്ഷൻ കൂട്ടുക. കൺസ്ട്രെയിൻറ്റ് ഇസ് R1 x1 + R2 x2, അതായത് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്ലേ, അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ കോസ്റ്റ് നമുക്കുള്ളത്, അത് മാത്രമേ ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം MPx/MP(x2) എന്ന് പറയുന്നത് Px1 + Px2 that will gives us MRS x1 x2. നിങ്ങൾ ഓൾറെഡി പഠിച്ച സാധനമാണ്, പണ്ട് പഠിച്ചതാണ്. ഐസോകോസിന് ടാൻജൻ്റ് ആവുന്ന പോയിന്റ്, അതിനെയാണ് നമ്മൾ പറയുന്നത്. ദെൻ സെക്കൻഡ് ഇസ് കൺസ്ട്രെയിൻറ്റ് കോസ്റ്റ് മാക്സിമൈസേഷൻ. മിനിമൈസേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. നേരത്തെ മാക്സിമൈസേഷൻ ആണെങ്കിൽ ദിസ് മിനിമൈസേഷൻ കോസ്റ്റ് നമ്മൾ കുറയ്ക്കുക. C = R1 x1 + R2 x2 കുറയ്ക്കുക. സബ്ജക്റ്റ് ടു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ പ്രൊഡക്ഷനാണ് നമ്മുടെ സംഭവം കൺസ്ട്രെയിൻറ്റ്. സോ മാർജിനൽ കോസ്റ്റ്, ഇൻവേഴ്സ് ഓഫ് മാർജിനൽ കോസ്റ്റ് ആണ് ഇവിടെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 1/dc/dq. Then third is profit maximization. ഫസ്റ്റ് മോഡൽ MC = MR ആണ്. ദാറ്റ് ഈസ് നമുക്ക് P = MR = AR എന്ന് പറയുന്ന സംഭവം തരുന്നുണ്ട്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ കേസിൽ MC കട്ട് ചെയ്യുന്നു, ആ പോയിന്റ് നമ്മൾ Q2 ഡിറ്റർമൈൻ ചെയ്യുന്നു. ദെൻ പ്രൈസ് വിൽ ബി P2. പക്ഷേ നമ്മൾ പറയുന്നത് R എന്ന് പറഞ്ഞാൽ, നമ്മൾ ഡയഗ്രത്തിൽ വരച്ച R എന്ന് പറഞ്ഞ പോയിന്റ് AC കർവിനൊക്കെ വളരെ മേളിലുള്ള ഒരു പോയിൻ്റാണ്. ഇപ്പം പെർഫെക്റ്റ് കോമ്പറ്റീഷനിലാണെങ്കിൽ AC കർവിൻ്റെ മിഡ് പോയിന്റിൽ അല്ലെങ്കിൽ ലോവസ്റ്റ് പോയിന്റിലായിരിക്കും നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത്. കാരണം നോ പ്രോഫിറ്റ് നോ റവന്യൂ ആണ്, നോ പ്രോഫിറ്റ് നോ ലോസ് ആണല്ലോ. പക്ഷേ നോർമലി കേസിൽ നമ്മൾ എന്തായിരിക്കും, AC-നെക്കാളും മേളിലോട്ടായിരിക്കും. സോ നമ്മുടെ പ്രോഫിറ്റാണ് അവിടെ മാർക്ക് ചെയ്തേക്കുന്നത് ഈ യെല്ലോ കളർ. ആൻഡ് സോ ഒപ്റ്റിമം പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ dπ/dq എന്ന് പറയുന്നതാണ് നമ്മുടെ ഒപ്റ്റിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് P മൈനസ് ഡിഫറൻസിയേഷൻ ഓഫ് കോസ്റ്റ് ടു Q. സോ ദാറ്റ് ഇസ് 0. ലൈക്ക് ഫസ്റ്റ് ഓർഡർ എപ്പോഴും 0 ആയിരിക്കുമല്ലോ. ദെൻ അഗെയിൻ നിങ്ങൾക്കൊരു ഒളിഗോപ്പൊളി കണ്ടീഷനിലുള്ള ഡയഗ്രാം നമുക്ക് താഴെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഒളിഗോപ്പൊളി സിറ്റുവേഷനിലുള്ള ഡയഗ്രാം കാണിക്കുന്നത് എന്താണ്, ലൈക്ക് വി വിൽ ബി ഹാവിങ് എ ഡൗൺവേർഡ് AR കർവ്, ഡൗൺവേർഡ് MC കർവ്, ദെൻ അപ്വേർഡ് ആയിട്ടുള്ള ഡൗൺവേർഡ് MR കർവ്, ദെൻ അപ്വേർഡ് ആയിട്ടുള്ള MC കർവ് ഇക്വിലിബ്രിയം പോയിന്റിനെ ടച്ച് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇവർ ടാൻജൻ്റ് ആയിരുന്ന പോയിന്റ് അല്ലെങ്കിൽ ക്രോസ് ഓവർ നടക്കുന്ന പോയിന്റിൽ നമ്മൾ ക്വാണ്ടിറ്റി ഫിക്സ് ചെയ്യുന്നു. ദെൻ വി എക്സ്റ്റെൻഡ് ടു ദ ഡിമാൻഡ് കർവ് എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ വിൽ ബി ഹാവിങ് പ്രൈസ്. സോ ആൻഡ് AC കർവ് എവിടെയാണോ നമ്മുടെ ക്വാണ്ടിറ്റി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നതിനെ ടച്ച് ചെയ്യുന്നത് അവിടെ നമ്മൾ ലെഫ്റ്റിലോട്ട് വരയ്ക്കുന്നു. സോ ദാറ്റ് മീൻസ് അത്രയും കോസ്റ്റ് നമുക്ക് ആവുന്നുള്ളൂ, പക്ഷെ ബാക്കിയുള്ളത് നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ മാർക്കപ്പാണ് യെല്ലോ കളറിൽ നമ്മൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് യുവർ ടോട്ടൽ പ്രോഫിറ്റ്. ദെൻ റവന്യൂ മാക്സിമൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ദാറ്റ് ഇസ് ദ കേസ് ഫോർ റവന്യൂ മാക്സിമൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് വിൽ ബി ഹാവിങ് എ PPF, ദാറ്റ് ഈസ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ. നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്നതുപോലെ
ആൻഡ് റൈറ്റ് നോ വിൽ ബി ഹാവിങ് ഒരു റവന്യൂ ലൈനോടുണ്ട്. ഇതിന് പ്രോപ്പറായിട്ട് റവന്യൂ ലൈക്ക് ആർ ഈസിക്കൽ ടു P1 Q1 പ്ലസ് P2 Q2 മാക്സിമൈസ് ആർ സബ്ജക്റ്റ് ടു എക്സ് ഈസിക്കൽ ടു എച്ച് ഓഫ് Q1 Q2 എന്ന് പറയുന്ന ഒരു ഇക്വേഷനൊക്കെ ഉണ്ട്. സോ ദ മോസ്റ്റ് സിംപ്ലസ്റ്റ് ഫോമാറ്റ് ഇസ് വിൽ ബി ഹാവിങ് എ ഡൗൺവേർഡ് റവന്യൂ ലൈൻ. ആ ഡൗൺവേർഡ് റവന്യൂ ലൈൻ PPF മീറ്റ് ചെയ്യുന്ന പോയിന്റ് എം എന്ന് പറയുന്ന ഒരു പോയിന്റ്, അവിടെയാണ് നമുക്ക് പ്രോഫിറ്റ് റവന്യൂ മാക്സിമൈസ് ചെയ്യാൻ, അതായത് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ പറ്റുന്നത്. ദെൻ കംസ് എഫിഷ്യൻസി ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. സോ 2 പ്രൈമറി മെത്തേഡ്സ് ആണുള്ളത്. ഡിസിഷൻ മേക്കിങ്ങിന് ഇക്കോണമിയിലെ ഡിസിഷൻ മേക്കിംഗ്, അതുപോലെ തന്നെ ഫേംസിൻ്റെ ഡിസിഷൻ മേക്കിംഗ്. ഇക്കോണമിയിലെ ഡിസിഷൻ മേക്കിംഗ് 2 ടൈപ്പ് ഉണ്ട്. ഫ്രീ മാർക്കറ്റ് മെക്കാനിസം, അതായത് ഡിമാൻഡ് മാർക്കറ്റിലെ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഡിമാൻഡ് കർവ് ആൻഡ് സപ്ലൈ കർവ് ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിമാൻഡ് കൂടി പ്രൈസ് കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് എക്സിസ്റ്റ് ചെയ്തിരുന്നത് കുറേ ആൾക്കാരുടെ ഡിമാൻഡ് കുറയുമല്ലോ പ്രൈസ് കുറയുമ്പം, അപ്പം അത് സപ്പോർട്ട് ചെയ്യുന്നു. ദെൻ പ്രൈസ് കൂടുമ്പോഴത്തേക്ക് സപ്ലൈ കർവ് വരുന്നു, സപ്ലൈ ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്കേഴ്സ് റിസോഴ്സസ് അലൊക്കേഷൻ പ്രോപ്പർ ആവുന്നു. ദെൻ ഇപ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ റേഷനിങ് ഓഫ് സ്കേഴ്സ് റിസോഴ്സസ് ആഫ്റ്റർ കംപ്ലീറ്റിങ്, കുറേ ആൾക്കാർക്ക് വേണ്ടതുകൊണ്ട് നമ്മൾ റിസോഴ്സിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നു. ഇവിടെ ഓട്ടോമാറ്റിക്കലി നമ്മൾ വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് തുടങ്ങിയ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കീ ക്വസ്റ്റ്യൻസ് ഓഫ് ആൻ ഇക്കോണമി അത് നമ്മൾ ആൻസർ ചെയ്യുന്നുണ്ട്. സെൻട്രൽ പ്ലാനിംഗ് എന്ന് പറയുന്നത് ഡിസിഷൻസ് ഓഫ് കൺസംഷൻ, പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷനും എല്ലാം ഗവൺമെൻറ് അഡ്മിനിസ്ട്രേറ്റഡ് ആണ് എന്നുള്ളതാണ്. ഗവൺമെൻറ് സോവിയറ്റ് യൂണിയനിൽ അങ്ങനെയായിരുന്നു നടന്നത്. പക്ഷേ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ ബ്യൂറോക്രാറ്റിക് ഡിലേസ് ഉണ്ടാവും. റെഡ് ടേപ്പീസ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ പ്രഷർ ഗ്രൂപ്പ്സ്, അതായത് ലോബി, ഇപ്പം ബിസിനസ് ടീം അല്ലെങ്കിൽ ഒരു ഇപ്പം നർമ്മദ ബച്ചാവോ ആന്തോളൻ, അപ്പം നർമ്മദ ബച്ചാവോ ആന്തോളന് ഒരു ടീം ഉണ്ടായിരുന്നു. ആ ടീമാണ് ആ ഡാംസ് വേണ്ടെന്ന് വെക്കാനായിട്ട് ലോബി ചെയ്തത്. സോ അതുപോലെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഡിസിഷൻ മേക്കേഴ്സിൻ്റെ പേഴ്സണൽ ബയസ്, ലോ പാർട്ടിസിപ്പേഷൻ ഫ്രം പബ്ലിക് ഇൻ അച്ചീവിങ് സോഷ്യൽ ഗോൾസ്, ഇതൊക്കെ ഉണ്ടാവാം. അതുകൊണ്ട് നമ്മൾ മിക്കപ്പോഴും മിക്സ്ഡ് ഇക്കോണമിയാണ് ഫോളോ ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യയും അങ്ങനെ തന്നെയാണല്ലോ. ഫേംസിൻ്റെ ഡിസിഷൻ മേക്കിംഗ്, ഹൗ ഫേംസ് മേക്ക് ഡിസിഷൻ. ഫേം എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഒരു ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻപുട്ട് ടു ഔട്ട്പുട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്ലാനിങ് നമ്മൾ 6 എലമെൻറ്റ്സ് ആയിട്ടാണ് പറയുന്നത്. സെറ്റിംഗ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്. രണ്ടാമത് നമ്മൾ പറയുന്നത് identification of alternative strategies for achievement of goals. Third is making the choice of strategy from alternatives. Execution of strategy, evaluation of result, revision of plan. റിവിഷനാണ് ഇന്നോവേഷൻ നടക്കുന്നത്. സോ ഇതിൻ്റെ അതോറിറ്റി ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ടോപ്പ് മാനേജ്മെൻ്റ് ആണ്. അല്ലെങ്കിൽ ചിലപ്പം M അല്ലെങ്കിൽ U ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ആവാം. അൾട്ടിമേറ്റ്ലി എയിം ഈസ് എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ്, എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ്. ആൻഡ് സൊസൈറ്റി എക്സ്പെക്ട് പീപ്പിൾ മാനേജ്മെൻറ്റ് ടു ഡു ദാറ്റ്. താങ്ക് യു സോ മച്ച്.